ആമനുത്തഖുല്ലാ വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാ. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നാളത്തേക്കു വേണ്ടി എന്താണ് നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കി വച്ചിട്ടുള്ളത്, ചെയ്തു വച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ഓരോരുത്തരും ചിന്തിക്കട്ടെ. വത്തഖുല്ലാ, അവർ അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ എന്നാണ്. ഇന്നോ നാളെയോ ഒക്കെയായി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകേണ്ടവരാണ് നമ്മൾ. അതിലാർക്കും സംശയവുമില്ല. അങ്ങനെയാകുമ്പോൾ നമുക്ക് ലഭിച്ച ഏറ്റവും നല്ല അവസരം എന്ന് പറയുന്നത് ഈ റമളാനും അതിലെ സുദിനങ്ങളുമാണ്. അതെത്ര കണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് ഗൗരവത്തോടെ നാം ചിന്തിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ എത്രമാത്രം നമ്മുടെ ഹൃദയങ്ങളെ സ്വാധീനിച്ചു എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. എത്രമാത്രം നമ്മുടെ ദാനധർമ്മങ്ങളെ അധികരിപ്പിക്കുവാൻ സാധിച്ചു എന്നത് നാം പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ നമസ്കാരങ്ങളിൽ, ജമാഅത്ത് നമസ്കാരങ്ങളിലുള്ള നമ്മുടെ കൃത്യത അത് എത്രത്തോളം നിലനിർത്താൻ കഴിഞ്ഞു എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. സുന്നത്ത് നമസ്കാരങ്ങൾ എത്ര നമുക്ക് ജീവിതത്തിൽ പാലിക്കാൻ കഴിയുന്നുണ്ട്? വിച്ഛേദിക്കപ്പെട്ട നമ്മുടെ കുടുംബ ബന്ധങ്ങൾ അതൊക്കെ എത്രമാത്രം വിളക്കി ചേർക്കാനും വീണ്ടും ഒരുമിപ്പിക്കുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആരോടെങ്കിലുമൊക്കെ വിദ്വേഷവും മറ്റുമായി ഇപ്പോഴും നടക്കുന്നുണ്ടോ? നമ്മുടെ മനസ്സ് വിമലീകരിക്കപ്പെട്ടോ? അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളെയും ഒന്ന് പരിശോധിക്കാൻ നമുക്ക് കഴിയണം. അതിനാണ് നോമ്പ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരാവാൻ എന്നാണ്. ആ ഒരു സൂക്ഷ്മതയുടെ തലത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. കണ്ണുകളെ നിയന്ത്രിക്കാൻ, കാതുകളെ നിയന്ത്രിക്കാൻ, ശരീരത്തെ നിയന്ത്രിക്കാൻ, മനസ്സിൻ്റെ ഇച്ഛകളെ നിയന്ത്രിക്കാനൊക്കെ നമുക്ക് സാധിച്ചോ? അങ്ങനെയൊക്കെ ഈ റമളാനിനെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. സലഫുകൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഖബറാളികളോട്, ഖബറിൽ കിടക്കുന്ന മനുഷ്യരോട് നിങ്ങൾക്കിപ്പോൾ വല്ല ആഗ്രഹവും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ ആഗ്രഹിക്കുമത്രേ, റമളാനിലെ ഒരു ദിനം കൂടി ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന്. റമളാനിലെ ഒരു ദിനം കൂടി ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന് അവർ ആഗ്രഹിക്കുമായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അടുക്കൽ ചില സ്വഹാബികൾ വന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ. യുദ്ധത്തിൽ പോയി ഷഹീദായ ഒരു മനുഷ്യൻ, അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനു മുന്നേ അയാൾക്ക് ശേഷം ഒരു വർഷം കൂടെ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അപ്പോൾ ഷഹീദായ ഒരാളേക്കാൾ എന്താണ് ഒരു കൊല്ലം കൊണ്ട് കൂടുതൽ കിട്ടിയത് എന്നവർ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു മറുപടി ഉണ്ട്, അയാൾക്കൊരു റമളാൻ ഏറെ കിട്ടിയില്ലേ എന്നാണ്. അയാൾക്കൊരു റമളാൻ ഏറെ കിട്ടിയില്ലേ എന്നാണ്. നമുക്കും ആ റമളാനാണ് ഏറെ കിട്ടിയത്. കൂടുതലെന്നു പറയാൻ കിട്ടിയത് റമളാനാണ്. പക്ഷേ ആ റമളാൻ നമുക്ക് വേണ്ടി സാക്ഷി പറയുന്നതാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞോ ഇല്ലേ എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിനങ്ങളെ ഒരു സമാധാനത്തോടുകൂടെ നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ല, റബ്ബിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശയൊന്നും കാണിക്കാതെ ഈ കഴിഞ്ഞ 20 ദിവസങ്ങളെക്കാൾ മനോഹരമായി നേടിയെടുക്കാൻ കഴിയുന്ന ഒരു 10 ദിനം കൂടെ അള്ളാഹു നമുക്ക് വേണ്ടി ബാക്കി വച്ചിട്ടുണ്ട്. ഈ അവസാനത്തെ 10 അതിനുള്ളതാണ്. അതേറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ കൂടെ നമുക്ക് കഴിയണം. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10-ൽ പ്രവേശിച്ചാൽ അദ്ദേഹം സാധാരണ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് ഹദീസുകളിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അഹ്യൽ ലൈല, രാവുകളെ ജീവിപ്പിച്ചു എന്നാണ്. വഅയ്ഖള അഹ്ല, കുടുംബാംഗങ്ങളെ, കുടുംബത്തിലുള്ളവരെ ഉണർത്തി എന്നാണ്. വശദ്ദൽ മിഅ്സർ, അരയുണ്ട് മുറുക്കിയുടുത്ത് അതിനുവേണ്ടി അത്രയും കഷ്ടപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവർത്തിക്കാറുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സമയമാണ് നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത് എന്നത് നമ്മൾ മറക്കാതിരിക്കുക. ഇനി ഈ റമളാൻ അത് നഷ്ടപ്പെട്ടാൽ അടുത്തൊരു റമളാൻ വരെ നമ്മൾ ഉണ്ടാകുമെന്ന് പറയാൻ അതിനൊന്നും നമുക്ക് ധൈര്യമില്ല, ആർക്കും കഴിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അധ്യാപകൻ്റെ വാർത്ത അറിയുകയുണ്ടായി.
നേരത്തെ ഒരു ആക്സിഡൻറ്റ് പറ്റിയിരുന്ന ഒരു സുഹൃത്താണ്. അന്ന് കാലിന് ചില പ്രയാസങ്ങൾ ബാക്കിയുണ്ട്, ഒരു കണ്ണിനും പ്രയാസങ്ങൾ ബാക്കിയുണ്ട്. പുളിക്കൽ മദീനത്തുൽ ഉലൂം അറബി കോളേജിൽ പഠിച്ചതാണ്. വയനാട് ജില്ലയിലെ ഒരു അറബി അധ്യാപകനായി സുഹൃത്ത് ജോലി ചെയ്യാണ്. ഒരു മാസം മുമ്പാണ് ഒരു ദിവസം പെട്ടെന്ന് BP കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൻ്റെ അപകടം എത്രത്തോളമായിരുന്നു എന്ന് ചോദിച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ പൂർണ്ണമായി അല്പസമയത്തേക്ക് നിലച്ചുപോയി എന്നാണ്. ബ്ലഡ് സർക്കുലേഷൻ നിലച്ചുപോയി. അതിൻ്റെ ദുരന്തം എന്താണെന്ന് വെച്ചാൽ മിംസ് ഹോസ്പിറ്റലിൽ ആ സുഹൃത്തുണ്ട്. കൈകൾ പഴുത്ത് ചീഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായി. തൻ്റെ കൈകളിലെ 10 വിരലുകളും മുറിച്ചു മാറ്റിയെന്നാണ്. കാൽപാദവും അതുപോലെ തന്നെ മുറിച്ചു മാറ്റിയെന്നാണ്. കാൽമുട്ട് വരെ ഇപ്പോൾ മുറിച്ചു മാറ്റിയെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നമ്മുടെ കൈകളിലേക്ക് നോക്കി, നമ്മുടെ കൈവിരലുകളിലേക്ക് നോക്കി, നമ്മുടെ കാലുകളിലേക്ക് നോക്കി ഒന്ന് സങ്കല്പിച്ചു നോക്കൂ എന്തായിരിക്കും ആ സാഹചര്യമെന്ന്. സഹോദരങ്ങളെ, ഇത്രയേ ഉള്ളൂ. പടച്ച തമ്പുരാൻ നമ്മുടെ അനുഗ്രഹങ്ങളെയൊക്കെയാണ് തിരിച്ചെടുക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ അത്രയും നിസ്സാരരാണ് നമ്മൾ. ഒന്നും തിരിച്ചു പിടിക്കാൻ കഴിയുന്നവരല്ല നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ, അള്ളാഹു പുതിയ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ നിലപാടുകളിൽ മാറ്റമില്ലാത്തവരായി നിലകൊള്ളണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ ദീനിയായിട്ടൊക്കെ ജീവിക്കുകയാണ്, പള്ളിയിൽ വരുന്നുണ്ട്, കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പടച്ചോൻ ആ മനുഷ്യൻ്റെ പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കുന്നു. അതിനനുസരിച്ച് അവൻ നന്ദി കൂടുതൽ കാണിക്കുന്നതിന് പകരം നേരത്തെ ഉണ്ടായിരുന്നൊരു നന്ദി പോലും കാണിക്കാത്ത അവസ്ഥയിലേക്ക് മാറുകയാണെങ്കിൽ പടച്ചോൻ അതൊക്കെ തിരിച്ചെടുക്കാൻ കഴിയുന്നവനാണ്. പടച്ചോൻ തിരിച്ചെടുക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു പ്രാർത്ഥനയല്ലേ, അല്ലാഹുവേ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്ന്, പെട്ടെന്നുള്ള ശിക്ഷകൾ കടന്നു വരുന്നതിൽ നിന്ന്, ആരോഗ്യവും സൗഖ്യവുമെല്ലാം മാറ്റപ്പെട്ടു പോകുന്നതിൽ നിന്ന്, നിന്റെ മുഴുവൻ കോപങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. അപ്പോൾ ഇത്രയുള്ളൂ മനുഷ്യൻ്റെ അവസ്ഥ എന്ന് നമ്മൾ മറന്നു പോകരുത്. ആരോഗ്യമുള്ള, ഒഴിവുള്ള, സമയം ഒഴിവുണ്ടാക്കാൻ കഴിയുന്ന, കാര്യപ്പെട്ട നന്മകൾക്കൊക്കെ ഒഴിവുണ്ടാക്കാൻ കഴിയുന്ന ഈ ഒരു സമയം അത് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റമളാനിനെ ഏറ്റവും സമ്പന്നമാക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അതിനേറ്റവും പ്രധാനമായി വേണ്ടത് ഒരു പടച്ചോനെ പേടി നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത്തഖ്വ ഹാഹുന എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിൻ്റെ ഭാഗത്തേക്കാണ് വിരൽ ചൂണ്ടിയത്. നമ്മുടെ മനസ്സിനെ നന്നാക്കുക എന്നുള്ളതാണ്, മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളതാണ്. മനുഷ്യന്റെ മനസ്സിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ, തിന്മയിലേക്ക് ഇങ്ങനെ പ്രേരിപ്പിക്കുന്നതാണ്, തെറ്റുകൾ ചെയ്യാൻ നമ്മളെ ആഗ്രഹിപ്പിക്കും. അതാണ് നമ്മുടെ മനസ്സിന്റെ പ്രത്യേകത. ആ ഘട്ടങ്ങളിൽ എൻ്റെ മനസ്സെന്നെ കൊണ്ടുപോകുന്നിടത്തേക്ക് പോകലല്ല, എന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ച തമ്പുരാന്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും പാലിക്കുന്നിടത്തേക്ക് എൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്തലാണ് തഖ്വ എന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ ജീവിതത്തെ ക്രമീകരിക്കാൻ സാധിക്കലാണ് വിജയത്തിന്റെ മാനദണ്ഡം എന്ന് നമ്മൾ അറിയണം. ആ തഖ്വയാണ് റമളാൻ കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്നത്. അതിനേറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ ഭയപ്പെടുക എന്നുള്ളതാണ്. പടച്ചോനെ ഒരു പേടി നമുക്ക് ഉണ്ടാകണം. വിശുദ്ധ ഖുർആൻ പറയുന്നു, നോക്കൂ നിങ്ങൾ, ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വനഈം, തീർച്ചയായും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർ, തഖ്വയുള്ള ആളുകൾ സ്വർഗത്തോപ്പുകളിലും സുഖാനുഗ്രഹങ്ങളിലുമായിരിക്കും. അള്ളാഹു അവർക്ക് ഒരുക്കിയ സ്വർഗത്തോപ്പുണ്ട്, ഒരുപാട് സുഖങ്ങളും അനുഗ്രഹങ്ങളുമുണ്ട്. ഫാകിഹീന ബിമാ ആതാഹും റബ്ബുഹും വവഖാഹും റബ്ബുഹും അദാബൽ ജഹീം, അവരുടെ രക്ഷിതാവ് അവർക്ക് നൽകിയതിൽ അവർ ആനന്ദം കൊണ്ട് ആ സ്വർഗത്തോപ്പുകളിൽ അവരുണ്ടാകും. എന്താണ് അതിന്റെ കാരണം എന്നാണ്, എങ്ങനെ അവർക്കത് കിട്ടിയെന്നാണ്, ആരവർ രക്ഷപ്പെടുത്തി എന്നാണ്. വവഖാഹും റബ്ബുഹും അദാബൽ ജഹീം, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കാത്തു രക്ഷിക്കുകയും ചെയ്യുന്ന സ്വർഗവാസികളുടെ സംസാരം ഖുർആൻ പറയുന്നുണ്ട്. വഅഖ്ബല ബഅ്ദുഹും അലാ ബഅ്ലിൻ യതസാഅലൂൻ ഖാലൂ ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുഷ്ഫിഖീൻ
ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. പരസ്പരം പലതും ചോദിച്ചുകൊണ്ട് അവരിൽപ്പെട്ട ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അഭിമുഖീകരിക്കുന്നതാണ്. ഖാലു, എന്നിട്ട് അവർ പറയും, ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. നാം മുമ്പ് നമ്മുടെ കുടുംബത്തിലായിരുന്ന ആ സമയത്ത് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നവരായിരുന്നല്ലോ, നമുക്ക് പേടിയായിരുന്നല്ലോ എന്ത് സംഭവിക്കുന്നു. എന്നാൽ ഫമന്നല്ലാഹു അലൈനാ, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുകയുണ്ടായി, നമ്മുടെ മേൽ അനുഗ്രഹം ചൊരിയുകയുമുണ്ടായി. വവഖാനാ അദാബസ്സമൂം, രോമകൂപങ്ങളിൽ തുളച്ചു കയറുന്ന നരകശിക്ഷയിൽ നിന്ന് അവൻ നമ്മളെ കാത്തു രക്ഷിക്കുകയും ചെയ്തു എന്നാണ്. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, സകല കാര്യങ്ങളിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു പേടിയും ഭയവും ഉണ്ടാവുക. അതുണ്ടെങ്കിലാണ് നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയാന്നാണ്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അള്ളാഹുവിന്റെ രക്ഷിതാവിന്റെ സ്ഥാനത്തെ ഭയപ്പെടുന്നവർക്ക് 2 സ്വർഗത്തോപ്പുകളുണ്ട്. 2 സ്വർഗത്തോപ്പുകൾ അവർക്കുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. നമുക്കൊക്കെ പരിചയമുള്ള സൂറത്തിലെ ഒരു വചനം, വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, ആരാണ് അള്ളാഹുവിന്റെ സ്ഥാനത്തെ ഭയപ്പെടുന്നത്, വനഹൻ നഫ്സ അനിൽ ഹവാ, അതുപോലെ തന്നെ ഇച്ഛകളിൽ നിന്ന് അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നത്. തന്നിഷ്ടത്തിൽ നിന്ന് തന്റെ ശരീരത്തെയും തന്റെ മനസ്സിനെയും നിയന്ത്രിക്കുന്നവനാരാണ്? ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അവനാണ് സ്വർഗം അഭയമായിട്ടുള്ളത് എന്നാണ്. ആ സ്വർഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ഭയപ്പെട്ടു ജീവിക്കുന്നവർക്ക് നൽകുന്നത് എന്നാണ്. അങ്ങനെ ഉണ്ടായാൽ ഒരു ഗുണം എന്താണ്? അള്ളാഹുവിനെ പേടിയുണ്ടായാൽ, അള്ളാഹുവിനെ പേടിയുണ്ടെങ്കിൽ ഇബാദത്തുകൾ വർദ്ധിക്കും, ഇബാദത്തുകൾ അധികരിക്കും. അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ അള്ളാഹു കാരുണ്യവാനല്ലേ? കാരുണ്യവാനാണ്. അള്ളാഹു ഗഫൂറും ഗഫാറും ഒക്കെ തന്നെയല്ലേ? എല്ലാമാണ്. അതാരോടാണ് അള്ളാഹു പറഞ്ഞത് അറിയോ? മനുഷ്യൻ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള സൗകര്യം തന്നു, എല്ലാ സൗകര്യവും തന്നു, സ്വാതന്ത്ര്യവും തന്നു. നന്മ ഇതാണ്, ഇതിലൂടെ എങ്ങനെ പോയാൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് തിരിച്ചെത്താൻ പറ്റും. എന്നാൽ നിങ്ങൾക്ക് തിന്മ ചെയ്യണമെങ്കിൽ തിന്മക്ക് ചെയ്യാം. പക്ഷേ മരണം മുതൽ ആരംഭിക്കുന്ന ഒരു ലോകത്ത് നിങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ശിക്ഷകൾ ഉണ്ടാകും. അത് സഹിക്കാൻ കഴിയുന്നതോ താങ്ങാൻ കഴിയുന്നതോ അല്ല എന്ന് അല്ലാഹു പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ലഹും മിൻ ഫൗഖിഹിം ദുലലും മിനൻ നാർ വമിൻ തഹ്തിഹിം ദുലൽ ذلك يخوف الله به عباده يا عبادي فاتقون. ലഹും അവർക്കുണ്ട്, മിൻ ഫൗഖിഹിം ദുലലും മിനൻ നാർ വമിൻ തഹ്തിഹിം ദുലൽ, മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും തീ കൊണ്ടുള്ള തട്ടുകളുണ്ട് എന്നാണ്. നരകത്തിന്റെ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണത്. ഇത് പറഞ്ഞിട്ട് പടച്ചോൻ പറയുന്നത് മുകളിലും താഴ്ഭാഗത്തും മുകൾ ഭാഗത്തൊക്കെ തീയുടെ തട്ടുകൾ എന്ന് പറഞ്ഞാൽ അതിനിടയിൽ കിടന്ന് വെന്തെരിയേണ്ടി വരും ഓരോ മനുഷ്യരും നരകത്തിലെത്തി കഴിഞ്ഞാൽ എന്നാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, ദാലിക യുഖവ്വിഫുല്ലാഹു ബിഹി, അതുകൊണ്ട് അല്ലാഹു ആ കാരണം പറഞ്ഞ് ഇങ്ങനെ ഒരു ലോകമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് തന്റെ അടിമകളെ ബോധ്യപ്പെടുത്തുന്നത്, ഭയപ്പെടുത്തുന്നത്. യാ ഇബാദ് ഫത്തഖൂൻ, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ അവനെ സൂക്ഷിക്കുകയും ചെയ്യാന്നാണ്. പടച്ചോനെ പേടിക്കുക, പടച്ചോന്റെ ശിക്ഷകളെ പേടിക്കുക. പടച്ചോന്റെ പിടുത്തം എങ്ങനെയാണ്? ഇന്ന ബത്തുശ റബ്ബിക ലശദീദ്. പലവരും നമ്മൾ കേട്ടു പഠിച്ച ആയത്തായിരിക്കും. ഇന്ന ബത്തുശ റബ്ബിക ലശദീദ്, അള്ളാഹുവിന്റെ പിടുത്തം അത് കഠിനമായതു തന്നെയാണ്. വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ് വഅന്നല്ലാഹ ഗഫൂറുർ റഹീം. അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ് എന്നാണ്. ആരെ? അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തവരെ, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാത്തവരെ, തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് പോകുന്നവർക്ക് അങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളതാണ്. അന്ത്യദിനത്തിലെ ശിക്ഷയെക്കുറിച്ച്, അതിന്റെ ഭയാനകതയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്. വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചോളൂ കേട്ടോ എന്നാണ്. വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ദിവസമാണത്. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്,
വഹും ലാ യുദ്ലമൂൻ. നിങ്ങൾ ഓരോരുത്തരും ചെയ്തു വെച്ചതിൻ്റെ തുല്യമായ പൂർണ്ണമായ പ്രതിഫലം അന്ന് പടച്ചോൻ നൽകുന്നതാണ്. നിങ്ങൾ ചെയ്തതിൻ്റെ എല്ലാം പടച്ചോൻ തരും, ഒന്നും ബാക്കി വെക്കില്ല. വഹും ലാ യുദ്ലമൂൻ. അവിടെ ആരും ആക്രമിക്കപ്പെടുകയുമില്ല എന്നാണ്. എനിക്ക് എൻ്റെ നിസ്കാരത്തിന് കൂലി കിട്ടിയില്ലല്ലോ, എൻ്റെ നോമ്പിന്, എൻ്റെ സുന്നത്ത് നോമ്പിന് കൂലി കിട്ടിയില്ലല്ലോ, ഞാൻ ഈ ചെയ്ത നന്മക്ക് കിട്ടിയില്ലല്ലോ, അങ്ങനെയൊന്നും ആർക്കും പരാതി പറയാനുണ്ടാവില്ല. പടച്ചോൻ എല്ലാവർക്കും കണക്ക് നോക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ഏത് അമലും അത് നമുക്ക് ഉപകാരപ്പെടുന്നതാക്കി മാറ്റണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ പള്ളിയിൽ നിന്നൊന്നാണ് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക് എന്നൊരു ബോധത്തോടു കൂടെ ചെല്ലിയാൽ പുണ്യാണ്. വെക്കണ കാലം ഏതാണെന്ന് ഉറപ്പ് വരുത്തിയാൽ പുണ്യാണ്. ചെരുപ്പ് ധരിക്കുമ്പോൾ വലത് കാല് കൊണ്ട് ആരംഭിച്ചാൽ, നമ്മളൊക്കെ ചെരുപ്പ് ധരിക്കണമല്ലോ, അത് വലത്തെ കാലം കൊണ്ട് ആവണം എന്നുള്ളൊരു ഓർമ്മയിൽ ചെയ്താൽ അത് പുണ്യാണ്. രാവിലെ അങ്ങോട്ടൊരു മനുഷ്യൻ എഴുന്നേറ്റ് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് അവൻ നേടിയെടുക്കുന്ന നന്മകളുടെ എണ്ണം നിയ്യത്തൊന്ന് ശരിയായാൽ എത്രമാത്രമാണ്. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ എന്നാണ് ചൊല്ലി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പം ഇടത് കാല് വെച്ച് പടച്ചവനോട് പ്രാർത്ഥിച്ച്, ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പം വലത് കാല് വെച്ച് പ്രാർത്ഥിച്ച്, വുളൂ ചെയ്യുമ്പോൾ ബിസ്മില്ല ചൊല്ലി വുളൂവിന് ശേഷം പ്രാർത്ഥിച്ച്, വീട്ടിൽ നിന്ന് 2 റക്അത്ത് സുന്നത്ത്, സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തും നിസ്കരിച്ച്, പള്ളിയിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടുകാരോടൊരു സലാമും ചൊല്ലി, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥനയും ചൊല്ലി, ധരിച്ച വസ്ത്രം വലതുകാലിൽ ആരംഭിച്ച് വലതു കൈകളിൽ ആരംഭിച്ച് പുറത്തേക്കിറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ദുആ ചൊല്ലി, ചെരുപ്പും ധരിച്ച് പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കാലിന് നന്മ, ഒരു പാപം പൊറുക്കപ്പെട്ട്, ഒരു പദവി ഉയർത്തപ്പെട്ട്, അങ്ങനെ നടന്നു പോണ സമയത്ത് ഒരു മനുഷ്യനെ കണ്ടാൽ ഒന്ന് പുഞ്ചിരിച്ചൊന്ന് സലാം ചൊല്ലി അള്ളാഹുവിൻ്റെ പള്ളികളിലേക്ക് വലത് കാല് വെച്ചും കയറി പടച്ചോനോട് പ്രാർത്ഥിച്ച് ഒന്നാമത്തെ സൊഫിൽ പോയി 2 റക്അത്ത് തഹിയ്യത്തും നിസ്കരിച്ച് ഒന്നവിടെ ഇരുന്ന് ജമാഅത്ത് നമസ്കാരം വരെ കാത്തിരുന്നാൽ മലക്കുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു, പടച്ചോൻ നിനക്ക് പുറത്തിരട്ടെ, പടച്ചോൻ നിന്നോട് കരുണ കാണിക്കട്ടെ എന്ന്. ആ ഇരിപ്പും ആ സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക പുണ്യമുണ്ടെന്ന് പറഞ്ഞ സമയം, ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള സമയം പ്രത്യേകം ആ പ്രാർത്ഥന പടച്ചോൻ സ്വീകരിക്കുന്നതാണ്. അങ്ങനത്തെ ഒരു സമയം കിട്ടി ജമാഅത്ത് നിസ്കാരത്തിലും പങ്കെടുത്ത്, ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞ് ദിക്റുകളുമെല്ലാം ചൊല്ലി, അദ്കാറു സ്വബാഹും ചൊല്ലി, രാവിലെ നിസ്കരിക്കാനുള്ള 2 റക്അത്ത് നിസ്കരിച്ചും ആ പള്ളിയിൽ നിന്നിങ്ങനെ പുറത്തിറങ്ങുന്ന സമയം ഒക്കെ കൂടെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ സമയം കൊണ്ട് നമ്മുടെ നെയ്യത്തൊന്ന് ശരിയാണെങ്കിൽ എത്ര പുണ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ബോധപൂർവം നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ, ഒരാളെ കാണുമ്പോൾ ഒന്ന് മനസ്സറിഞ്ഞൊന്ന് പുഞ്ചിരിക്കാൻ കഴിഞ്ഞാൽ അത് പുണ്യമാണ്. നിങ്ങളൊന്ന് സലാം ചൊല്ലിയാൽ, ആ കൈകൾ കൊടുത്ത് ഹസ്തദാനം, അത് നിലനിൽക്കുന്നിടത്തോളം സമയം പാപങ്ങൾ പൊറുക്കപ്പെടുന്ന എന്തെല്ലാം അവസരങ്ങളാണ്. വുളൂ ചെയ്താൽ ആ വുളൂവിലൂടെ തന്നെ നിങ്ങളുടെ പാപങ്ങൾ, നിരവധി പാപങ്ങൾ മായ്ക്കപ്പെടുന്നതാണ്. എത്രയോ അവസരങ്ങൾ റസൂൽ സല്ലല്ലാഹു പറഞ്ഞു. ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ പടച്ചോൻ നമുക്ക് തന്നതാണ്. അതൊക്കെ ബോധ്യപ്പെട്ട് നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ, ബോധ്യം വരുമ്പോഴേക്ക് നമ്മുടെ ജീവിതം അവസാനിച്ചു പോകുന്നതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിലെ ഒരു ആദ്യത്തെ വചനം പരലോകത്തിന്റെ ഒരു അവസ്ഥ പറയണ നോക്കൂ നിങ്ങൾ. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലതസ്സാഅതി ശൈഉൻ അളീം. യാ അയ്യുഹന്നാസേ മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണേ. ഇന്ന സൽസലതസ്സാഅതി ശൈഉൻ അളീം. പരലോകം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത സംഭവമാണെന്നാണ്, വല്ലാത്തൊരു കാര്യമാണെന്നാണ്. നമ്മൾ കണക്ക് കൂട്ടുന്ന ഒന്നുമല്ല, നാം വിചാരിക്കുന്ന പോലെ അല്ല, അത് അങ്ങനത്തെ ഒരു ലോകമാണ് എന്ന് അല്ലാഹു പറയാണ്. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത് വതലഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. ഗർഭിണികൾ പ്രസവിച്ചു പോകുന്നതാണ്. അന്നേ ദിവസത്തിന്റെ ഭയാനകത കൊണ്ട് ഗർഭിണികൾ പ്രസവിച്ചു പോകും. മുലയൂട്ടുന്ന ഒരു മാതാവ് തൻ്റെ കുഞ്ഞിനെപ്പറ്റി അശ്രദ്ധമായി പോകുന്നതാണ്. തൻ്റെ കുഞ്ഞ് കരയുമ്പോൾ ഏതൊരു ഉമ്മയാണ് ഓടിയെത്തി അതിനെ വാരിയെടുത്ത് അതിന് പാല് നൽകാത്തത്, അതിന് സ്നേഹം നൽകാത്തത്? ആ പ്രായത്തിലുള്ളൊരു കുഞ്ഞിനെ പോറ്റിപ്പോലും മാതാക്കൾ അശ്രദ്ധയിലാകും.
വലാകിന്ന അദാബല്ലാഹി ശദീദ്. ജനങ്ങളെയൊക്കെ അന്ന് നിനക്കൊരു മത്തു ബാധിച്ച പോലെ, ലഹരി ബാധിച്ച പോലെ ആൾക്കാരെ കാണാൻ കഴിയുന്നതാണ്. വമാഹും ബിസുക്കാര, ലഹരി ബാധിച്ചതൊന്നും അല്ല, മത്തു ബാധിച്ചതൊന്നുമല്ല. പിന്നെയോ വലാകിന്ന അദാബല്ലാഹി ശദീദ്, അള്ളാഹുവിന്റെ ശിക്ഷ അത് അതികഠിനമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പരലോകത്തൊന്ന് വിചാരണ ആരംഭിക്കാൻ വേണ്ടിയിട്ട് നബിമാരുടെ അടുക്കലേക്ക് അനുയായികൾ വന്ന് സംസാരിക്കുന്നില്ലേ? ആ സമയത്ത് എന്താ അവർ പറയുന്നത്? പടച്ചോൻ ഈ രൂപത്തിൽ കോപിക്കുന്നത് ഞങ്ങൾ മുമ്പ് കണ്ടിട്ടില്ല, നമുക്കറിയില്ല. പടച്ചോൻ അത്രയും കോപത്തിലാണ്. അതുകൊണ്ട് എൻ്റെ കാര്യം എന്താവും എനിക്കറിയില്ല. നഫ്സി 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 നഫ്സിയാ, എനിക്കെൻ്റെ കാര്യം എൻ്റെ കാര്യമെന്നാണ്, എൻ്റെ അവസ്ഥ എന്താകുമെന്ന് എനിക്കറിയില്ല എന്നാണ് പ്രവാചകന്മാർ പോലും പറയുന്നത്. അതാണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത, പ്രാധാന്യമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇനി മലക്കുകൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അള്ളാഹു പറഞ്ഞതനുസരിച്ച്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവരാണ്, പക്ഷേ ഞങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ്. മാത്രമല്ല അമ്പിയാക്കൾ അതേ രൂപത്തിലാണ് സംസാരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പറയുന്ന ഒരു വാചകമുണ്ട്, ഞാൻ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്കെതിരായാൽ ഖുൽ ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അദീം, ഞാൻ എൻ്റെ റബ്ബിനോട് അനുസരണക്കേട് കാണിക്കുകയാണെങ്കിൽ ഭയങ്കരമായ ഒരു ദിവസത്തെ ശിക്ഷയെപ്പറ്റി ഞാനും പേടിക്കുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ എങ്ങനെയാണ് എന്ന് നമ്മൾ ആലോചിക്കുക. ആരാണ് സത്യവിശ്വാസികൾ? അവരെങ്ങനെയായിരിക്കണം? തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. ഭയത്തോടെ, പ്രത്യാശയോടെ തങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുവാനായി കിടന്നുറങ്ങുന്ന സ്ഥലങ്ങൾ വിട്ട് അവർ എഴുന്നേറ്റ് പോരുന്നതാണ്. വിശ്വാസി സമൂഹത്തിന്റെ പ്രത്യേകതയാണ്. പാതിരാവുകളിൽ കിടന്നുറങ്ങുന്നിടത്തുനിന്ന് തൽക്കാലം അതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങും. മാത്രമല്ല അവർക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർക്ക് അള്ളാഹു അത്രയും വലിയ നന്മകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അള്ളാഹിനെ പേടിയുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുള്ളൂ, പടച്ചോനെ പേടില്ലോ ഇതൊക്കെ ചെയ്യുള്ളൂ. എന്തുകൊണ്ടാണ് മനുഷ്യന്മാർ തിന്മകളും തോന്നിവാസങ്ങളൊക്കെ ചെയ്യുന്നത്? അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു പേടിയും പരലോകത്തെ കുറിച്ചുള്ള ഒരു ബോധമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അതുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് വിശ്വാസികളെ പറ്റി, വയുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. പാവങ്ങൾക്ക്, ബന്ദികൾക്ക്, അനാഥകൾക്ക് അവർ ഭക്ഷണം കൊടുക്കുന്നതാണ്. അവർ ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ പാവങ്ങളെ അവർ സഹായിക്കും. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. നാം അവർക്ക് ഭക്ഷണം നൽകുന്നത് ലിവജ്ഹില്ലാഹ്, അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചിട്ടാണ്, അല്ലാഹുവിൽ നിന്നുള്ള പുണ്യം ആഗ്രഹിച്ചിട്ടാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ, അവരിൽ നിന്നൊരു പ്രതിഫലമോ ഒരു നന്ദി വാക്കോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതായത് ഇഖ്ലാസ്, 100% ഇഖ്ലാസ്. ഒരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ടത് അതാണ്. ഇഖ്ലാസ് നഷ്ടപ്പെട്ടാൽ എല്ലാ പ്രവർത്തനവും വെറുതാവും. നമുക്കെല്ലാവർക്കും അറിയുന്ന ചരിത്രമില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 പേര് ഗുഹയിൽ കുടുങ്ങിയൊരു സംഭവം പറയണില്ലേ? അവർ 3 പേരും പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചത്? അവർക്ക് 100% ഉറപ്പുള്ള, അതായത് ഇഖ്ലാസോടുകൂടി ചെയ്തു എന്ന് ഉറപ്പുള്ള ഓരോ കാര്യം എടുത്തിട്ടാണ് അവർ പ്രാർത്ഥിച്ചത്. ആ 3 പേരും പ്രാർത്ഥിച്ചു, അള്ളാഹ് പ്രാർത്ഥന സ്വീകരിച്ചു, അവർ രക്ഷപ്പെട്ടു എന്നാണ്. സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ദുരിതം ഉണ്ടാകുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാൻ 100% ആത്മാർത്ഥമായിട്ടാണോ നമ്മുടെ അമലുകളൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആലോചിക്കണം. അപ്പം നമ്മളിവിടെ വന്നിരിക്കുന്നു, 100% പടച്ചോനെ ഇതിൻ്റെ ഒരു പുണ്യം കൊണ്ട് കിട്ടണം, ഇന്നത്തെ ഈ നന്മ കൊണ്ട് എനിക്ക് സ്വർഗത്തിലെത്താൻ കഴിയണം, അങ്ങനത്തെ ഒരു നിയ്യത്ത് വേണം. ആ ഒരു നിയ്യത്തില്ലാതെയാകുമ്പോൾ കുറേ നഷ്ടങ്ങൾ സംഭവിക്കുന്നതാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനെ പേടിയുള്ള മനുഷ്യന്മാർ പാവപ്പെട്ടവർക്ക് ഭക്ഷണം ഇതൊക്കെ കൊടുക്കുന്നതാണ്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള നിയ്യത്ത്? ഞാൻ ഏറ്റവും കൂടുതൽ കൊടുത്തു എന്ന് പറയാനാണ്? ഞാൻ കുറേ നൽകുന്നവരാണ് എന്ന് പറയാനാണ്? ഒന്നും അല്ലല്ലോ. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. ആ മനുഷ്യർ, അത് ലഭിച്ച മനുഷ്യരില്ലേ, അവർക്ക് പോലും എന്തുണ്ടാകരുത്, ഒരു ഇടങ്ങേറുണ്ടാകരുത്. ഇനി അയാളെ കാണുമ്പോൾ ഞാനൊന്ന് ബഹുമാനിക്കണമല്ലോ എന്ന് തോന്നരുത്. അങ്ങനെ നൽകണം എന്നുള്ളതാണ്. അങ്ങനെ നൽകാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ നൽകിയത്? ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ. മുഖം ചുളിച്ചു പോകുന്ന
അസഹനീയമായ ഒരു ദിവസത്തെ ഞങ്ങളുടെ രക്ഷിതാവിങ്കൽ തീർച്ചയായും ഞങ്ങൾ ഭയപ്പെടുന്നു. മുഖം ചുളിച്ചു പോകുന്ന, ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു ദിവസം അതുണ്ട്, അത് വരുന്നുണ്ട്. ആ ദിവസത്തെയാണ് ഞങ്ങൾ പേടിക്കുന്നതെന്നാണ്. അതുകൊണ്ട് ആ ദിവസത്തെ തിന്മയിൽ നിന്ന് അള്ളാഹു അവരെ കാത്തു രക്ഷിക്കുമെന്നാണ്. മാത്രമല്ല പ്രസന്നതയും സന്തോഷവും അവർക്ക് അള്ളാഹു നൽകുന്നതാണ്. നമുക്ക് കിട്ടേണ്ടത് അതാണ്. ഈ റമളാനെ കണ്ട് കഴിയുന്ന സമയത്ത് പെരുന്നാളിന്റെ സുദിനത്തിലേക്ക് തക്ബീറും ചൊല്ലി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകണം. പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടിട്ടുണ്ട്, വ്യക്തിബന്ധങ്ങളെല്ലാം ഊട്ടി ഉറപ്പിച്ചിട്ടുണ്ട്, കുടുംബ ബന്ധങ്ങളെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്, നമസ്കാരങ്ങളെല്ലാം കൃത്യമായിട്ടുണ്ട്, സുന്നത്ത് നമസ്കാരങ്ങൾ കൃത്യമായിട്ടുണ്ട്, എൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്, സംഭവിച്ചു പോയ തെറ്റുകളും പാപങ്ങളുമെല്ലാം അള്ളാഹുവിനോട് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയണം. അങ്ങനെയുള്ള ഒരു മാറ്റമാണ് സഹോദരങ്ങളെ ഈ വിശുദ്ധ റമളാനിലൂടെ നമുക്കുണ്ടാകേണ്ടത്. അത് ഈ പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒക്കെ ബോധമുള്ള ആൾക്കാർക്ക് ഉണ്ടാവുള്ളൂ, അതുണ്ടാവുകയും വേണം. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ ജീവിതത്തിലെ അടിസ്ഥാനപരമായ വിശ്വാസ രംഗങ്ങളിൽ പിഴവുകളില്ലാതിരിക്കണം. നാം ചൊല്ലിയ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ നീയല്ലാതെ ഒരു ആരാധ്യനില്ലെന്നതിന് എൻ്റെ ജീവിതം സാക്ഷിയാണ് എന്ന വാചകത്തിന് ഒരബദ്ധവും പറ്റരുത്. വിശ്വാസത്തിൽ ദുൽമ് കലർന്നു പോകരുത്, ഷിർക്ക് സംഭവിക്കരുത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും നോക്കൂ, ബദർ എന്ന് പറഞ്ഞാൽ എന്താണ്? തൗഹീദിന്റെ സംരക്ഷണം, അതായിരുന്നു ബദർ. അല്ലെങ്കിൽ 300 ചില്ലാൻ ആൾക്കാരും കൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാരുടെ അടുത്തേക്ക് എങ്ങനെ വിജയിക്കാനാണ്? വിശ്വാസ വിശുദ്ധി കൊണ്ട്, ആത്മാർത്ഥത കൊണ്ട് ഒരു ശക്തമായ സൈന്യത്തിന് മുമ്പിൽ പൊട്ടിയ വാളും ആരോഗ്യമില്ലാത്ത ശരീരവും കൊണ്ട് ആ പാവപ്പെട്ട സ്വഹാബികൾ വിജയം നേടിയെടുത്തില്ലേ? പടച്ചോൻ സഹായിച്ചില്ലേ? ആയിരക്കണക്കിന് മലക്കുകളെ കൊണ്ട് സഹായിച്ചു. ഇനിയും വേണമെങ്കിൽ ഇനിയും സഹായിക്കാമെന്ന് പടച്ചോൻ പറഞ്ഞു. 3000 മലക്കുകളെ കൊണ്ട് സഹായിച്ചു, ഇനി വേണമെങ്കിൽ അത് 5000 ആക്കി തരാമെന്ന് പടച്ചോൻ പറഞ്ഞു എന്നാണ് സ്വഹാബികൾ പറയുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ശത്രുവിനെ കണ്ട് ഇങ്ങനെ വെട്ടാൻ നോങ്ങുമ്പോഴേക്ക് ആ മനുഷ്യൻ്റെ തല തെറിച്ചു പോണേ ഞങ്ങൾ കണ്ടു എന്നാണ്. ഞങ്ങളാരും വെട്ടിയിട്ടില്ല എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചാണ്. എന്തുകൊണ്ടാണ് സഹായിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് എങ്ങനെ സ്വീകരിക്കണോ അങ്ങനെ സ്വീകരിച്ചു എന്നുള്ളതാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസത്തിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു അബദ്ധം കടന്നുകൂടിയാൽ നഷ്ടമാണ്, ഒരു സംശയവും വേണ്ട. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ അറിയണം എന്ന് പറഞ്ഞത് അതാണ്. അപ്പോൾ തൗഹീദ് പഠിക്കാൻ ഏറ്റവും നമുക്ക് പറ്റിയൊരു സൂറത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സൂറത്തുൽ ഇഖ്ലാസാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അത് ശരിക്ക് പഠിച്ചാൽ ഒരു മനുഷ്യൻ്റെ തൗഹീദ് കൃത്യവും. അള്ളാഹു മാത്രമാണ് ഏകൻ, കുറേ പടച്ചവന്മാരുണ്ടാവില്ല. അള്ളാഹുവാണ് ഏകൻ, അവനാണ് സമദ്. എല്ലാ മനുഷ്യന്മാർക്കും അവനെ ആശ്രയിക്കണം. അവനാരുടെ ആശ്രയവും ആവശ്യമില്ല, ആരുടെ ആശ്രയവും ആരുടെ സഹായവും പടച്ചവന് ആവശ്യമില്ല. അവൻ ജനിച്ചവനോ ജനിപ്പിച്ചവനോ അല്ല, പിതാവും അല്ല, പുത്രനും അല്ല, പടച്ചോൻ. അപ്പോൾ പടച്ചോനാകണമെങ്കിൽ അയാൾ ജനിക്കാൻ പാടില്ലാത്തതാണ്, അതങ്ങനെ ഒരു ശക്തിയാണ്. അതാണ് പടച്ച തമ്പുരാൻ. അത് ഇവിടെയുള്ള ആർക്കെങ്കിലും പറയാൻ പറ്റും? ഈ ദുനിയാവിൽ ദൈവങ്ങളായി അറിയപ്പെടുന്ന ആർക്കെങ്കിലും ജനിച്ചിട്ടില്ല എന്നോ ജനിപ്പിച്ചിട്ടില്ല എന്നോ പറയാൻ കഴിയും? അവരുടെ പേരിലാണ് ദൈവങ്ങളും മറ്റുമൊക്കെയായ ആളുകൾ ചമയണത്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായിട്ടാരുമില്ല, പടച്ചോന് തുല്യമായിട്ട് ആരുമില്ല. ഈ വിശ്വാസത്തിൽ പിഴവ് വന്നാൽ അബദ്ധമാണ്. അള്ളാഹുവിൻ്റെ കഴിവുകൾ, അള്ളാഹുവിൻ്റെ ശക്തി അതിന് തുല്യമായിട്ട് ആർക്കും ഇല്ല എന്നുള്ളതാണ്. ഈ ലോകത്തിനൊരു വ്യവസ്ഥ ഉണ്ട്. ആ വ്യവസ്ഥക്കപ്പുറത്ത് നമ്മളെ സഹായിക്കാൻ കഴിയുന്നവൻ പടച്ചോനാണ്. ഇത് ഒരുപാട് വിവാദങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആവശ്യമില്ലാതെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതുകൊണ്ടൊക്കെ വിവാദം ഉണ്ടാക്കിയിട്ട് കാര്യം? ആളുകളുടെ വിശ്വാസം തകർന്നു പോകുന്നു എന്നല്ലാതെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ അയാൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മുഹയ്യുദ്ദീൻ ഷെയ്ഖേ എന്ന് വിളിക്കുകയാണെങ്കിൽ ആ വിളിക്കുന്ന സമയത്ത് അയാളുടെ മനസ്സിലുള്ളത് എന്താണ്? മൊയ്തീൻ ഷെയ്ഖ് ഇപ്പം ഇങ്ങനെ ഇങ്ങോട്ട് പാൻറ്റും കുപ്പായിട്ട് വരുന്നതാണോ? അല്ലല്ലോ. എന്നോ മരിച്ചുപോയ മൊയ്തീൻ ഷെയ്ഖ് എങ്ങനെ സഹായിക്കും അയാൾ വിശ്വസിക്കുന്നത്? അത് ഏതോ ഒരു രൂപത്തിൽ, ഒരു മറഞ്ഞ വഴിയിൽ എന്നെ രക്ഷിക്കും. ആ രൂപത്തിൽ രക്ഷിക്കാനും ശിക്ഷിക്കാനും സഹായിക്കാനും ഉപദ്രവങ്ങൾ വരുത്താനുമുള്ള കഴിവ് പടച്ച തമ്പുരാന് മാത്രമേ ഉള്ളൂ എന്ന് ഉറച്ച് വിശ്വസിക്കണം.
ആ വിശ്വാസം വേറെ ആർക്കെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ, അത് മനുഷ്യർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ശക്തികൾക്കോ അങ്ങനെയൊക്കെ കഴിയുമെന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസത്തിന്റെ പേര് തന്നെ ശിർക്ക് എന്നാണ്. സംഭവിക്കാൻ പാടില്ല. ഏതെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇറക്കി പ്രചരിപ്പിക്കുന്ന ആൾക്കാർക്ക് അവർ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുന്നത് പോലെ ആർക്കും കഴിയില്ല. അത് പടച്ചോന്റെ കഴിവിൽപ്പെട്ടതാണ്. ഈ ദുനിയാവിൽ കുറെ കഴിവുകൾ ഓരോ ജീവികൾക്കും മനുഷ്യന്മാർക്കൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നത് പോലെ അതിനപ്പുറത്തൊരു കഴിവ് അത് പടച്ചോന് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളതാണ്. മരിച്ച ഒരാൾക്ക് പിന്നെ ഇവിടെ എന്താ ചെയ്യാൻ കഴിയുക? ഒന്നും ചെയ്യാൻ കഴിയില്ല. മരണത്തോടുകൂടെ അയാളുടെ എല്ലാം നഷ്ടപ്പെട്ട് കഴിയും. ഈ ദുനിയാവിലുള്ള ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ മൊയ്തീൻ ഷെയ്ഖ് എന്നെ രക്ഷിക്കുമെന്ന് വിചാരിച്ചാൽ, എന്നെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ, അവിശ്വാസത്തിന്റെ പേരാണ് ഷിർക്ക് എന്ന് പറയുന്നത്. അങ്ങനെ കഴിയില്ല. അത് അള്ളാഹുവിന് മാത്രമുള്ള കഴിവാണ്. ആ കഴിവ് മറ്റുള്ള മനുഷ്യർക്ക് ചാർത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അബദ്ധമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള തേട്ടങ്ങൾ, പ്രാർത്ഥനകൾ. ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു ബദർ ദിനത്തിൽ എത്ര മനുഷ്യരെ കൊണ്ടാണ് അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ആളുകൾ പോലും പറയാണ്, ഞങ്ങൾക്ക് ചില സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറേ പ്രതിസന്ധി ഉണ്ടായി, ഞങ്ങൾ ആ സമയത്ത് ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി. പ്രാർത്ഥന അത് പടച്ചവനോടാകണം എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പറ്റൂല. ഇനി പ്രാർത്ഥിച്ചാൽ കേൾക്കൂല, കേട്ടാൽ ഉത്തരം നൽകൂല. നിങ്ങൾ വെറുതെ ഒരു പണിയാണ് എടുക്കുന്നത്. അത് തെറ്റാണ്, ശരിയല്ല എന്ന് 1000 വട്ടം വിശുദ്ധ ഖുർആൻ ഓതി ഓതി പറഞ്ഞിട്ടും ഞങ്ങൾ ബദരീങ്ങളോട് പ്രാർത്ഥിച്ചു എന്നാണ്. ചില ആൾക്കാർ പ്രാർത്ഥിക്കാണ്, ബദരീങ്ങളെ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. പാവപ്പെട്ട സമൂഹം ആമീൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ശിർക്ക് സംഭവിച്ചാൽ വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. ആർക്കെങ്കിലും അല്ലാഹുവിൽ ആരെങ്കിലും പങ്കു ചേർത്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന്റെ മേൽ സ്വർഗ്ഗം നിഷിദ്ധമാണ്. വമഅവാഹുൻ നാർ, നരകത്തിലാണ് അവൻ എത്തിച്ചേരുക. വമാലിദ്ദാലിമീന മിൻ അൻസാർ, ആരും സഹായിയായിട്ടുണ്ടാവില്ല. നാളെ പരലോകത്ത് എൻ്റെ ശൈഖന്മാരുണ്ടാവും, ഇന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് നിന്നാൽ ആരും ഉണ്ടാവില്ല എന്നാ പറഞ്ഞു. അവര് പറയുമെന്നാണ് വയകുഫുറൂന ബിശിർക്കിക്കും, അവരുടെ ഷിർക്കിനെ അവർ നിഷേധിക്കും. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ, ഞങ്ങളോട് തേടാനെന്ന് അവർ നാളെ പരലോകത്ത് പറയുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും ഇതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി. നബിയെ, നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർത്താൽ ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, നിങ്ങൾ ചെയ്തു വെച്ച നന്മകളെല്ലാം നശിച്ചു പോകും നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാ പറഞ്ഞു. അതാണ് ഷിർക്കിന്റെ ഗൗരവം. ഒരിക്കലും സംഭവിക്കാതിരിക്കണം നമ്മൾ ഗൗരവത്തിൽ കാണാം. സിറാത്ത് പാലത്തേക്ക് അവരെത്തൂല എന്നാണ്. അതിന്റെ മുമ്പ് തന്നെ അവർക്ക് നരകത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരുന്നതാണ്. അതുപോലെ തന്നെയാണ് നിഫാക്ക് സംഭവിക്കാനുള്ള സാധ്യത. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിഫാക്കായിരിക്കും, കാപ്പട്യം. അതായത് ഒരു 2 മുഖവുമായി ജീവിക്കുക എന്നുള്ളതാണ്. ഇരുമുഖന്മാരൊക്കെ ആയിട്ട് ജീവിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കണത് നല്ലതാണ്. സ്വഹാബത്തിന്റെ ചരിത്രം പറയുന്നുണ്ട്, അവർ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത് നിഫാക്കിനെയാണ് എന്നാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വരുന്നുണ്ട്. ആരാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ്. ചില കാര്യങ്ങൾ അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് പറയും. അദ്ദേഹം അത് പുറത്തു വരാതിരിക്കാനുള്ള രഹസ്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന ആളാണെന്നാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കാര്യങ്ങളൊക്കെ ചിലരോട് പറഞ്ഞിരുന്നു എന്നാണല്ലോ. മദീനയിലെ മുനാഫിക്കുകൾ ആരൊക്കെയെന്ന് പറഞ്ഞു കൊടുത്തപ്പോഴാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട്, ഹുദൈഫ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൽ സമ്മാനി മിൻഹും, ആ കൂട്ടത്തിൽ എൻ്റെ പേര് എണ്ണീട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആരാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു? ഒരു വഴിയിലേക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇറങ്ങിയാൽ ആ വഴിയുള്ള മുഴുവൻ ശൈത്താന്മാരും ഓടിപ്പോകുമെന്ന് പറഞ്ഞ്, പിശാചോടി ഒളിക്കുമെന്ന് പറഞ്ഞ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ദീനിനു വേണ്ടി അത്ര വലിയ സേവനങ്ങൾ ചെയ്ത മുസ്ലിം സമുദായത്തിന് ആ കാലഘട്ടത്തിൽ ശക്തിയും ധീരതയും പകർന്നു നൽകിയ, ഹിജ്റയുടെ വേളയിൽ അതിശക്തമായി പരസ്യമായി തന്നെ യാത്ര പുറപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ചില ആളുകളെ നിർത്തിയിരുന്നു എന്നാണ്. ഉമറേ, മരണം ഉണ്ട് കേട്ടോ, ഖബറുണ്ട് കേട്ടോ, പരലോകം ഉണ്ട് കേട്ടോ എന്ന് ഓർമ്മപ്പെടുത്താൻ ആൾക്കാരെ നിർത്തിയിരുന്നു കൂടെ എന്നാണ്. അദ്ദേഹത്തിൻ്റെ താടി രോമങ്ങൾ നരച്ച സമയത്ത് രോമങ്ങൾ നരച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞാൽ, ഇനി എനിക്ക് നിങ്ങൾ ആവശ്യമില്ല, എനിക്ക് എന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ ഇവിടുന്ന് യാത്രയാകാനായിട്ടുണ്ട്. അങ്ങനെ ജീവിച്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ ഭരണകാലത്ത് എവിടെയെങ്കിലും ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടോ എന്ന് പാതിരാവിൽ എഴുന്നേറ്റ് ഉറങ്ങാതെ
സഞ്ചരിച്ചവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹാരം കണ്ടെത്തിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നിട്ടാ ചോദിക്കണേ, ഞാൻ നിഫാഖ് ഉള്ള ആളാണ്, ഞാൻ മുനാഫിക്കാണ് എന്നെങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. ഹല്ലല റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമല്ലേ. നാഫഖ ഹല്ലല എന്ന് പറഞ്ഞത് ഹല്ലല റളിയല്ലാഹു അൻഹുവാണ്. ഹല്ലല മുനാഫിക്കായി, ഞാൻ മുനാഫിക്കായി എന്നാ പറഞ്ഞത്. നമ്മൾ കേൾക്കാറുള്ളതൊക്കെ നേരെ തിരിച്ചാണ്. ഓ മുനാഫിക്കാണ്, ഓ മണ്ടേ മുനാഫിക്കാണ്, എനിക്ക് നേരത്തെ അറിയാം എന്നലക്കാണ് ആളുകളുടെ സമീപനങ്ങളും സംസാരങ്ങളും ഉണ്ടാകുക. സ്വന്തത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യം നോക്കൂ നിങ്ങൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലിരിക്കുമ്പോൾ ഉള്ള ഒരു ഈമാൻ കുടുംബത്തിലേക്കും കച്ചവടത്തിലേക്കും ഇറങ്ങുമ്പോൾ എനിക്ക് നിലനിർത്താൻ കഴിയുന്നില്ല, അത് നിഫാഖല്ലേ എന്നാണ് ചോദിച്ചത്. അത് നിഫാഖാവില്ലേ എന്നാണ് ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ചില സന്ദർഭങ്ങളൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവും. ഹല്ലല അല്ലെങ്കിൽ മലക്കുകൾ വന്ന് നിങ്ങൾക്ക് മുസാഫഹത്ത് നടത്തുമായിരുന്നല്ലോ. ചില സന്ദർഭത്തിൽ ഒരു കുറവും ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും, അത് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് നിഫാഖ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള സൂക്ഷ്മത, ആ ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇല്ലെങ്കിൽ നഷ്ടം അനുഭവിക്കേണ്ടി വരിക നമ്മൾ തന്നെയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. എന്താണ് ഇതുകൊണ്ടൊക്കെയുള്ള നഷ്ടം എന്ന് വെച്ചാൽ ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ എന്നല്ലേ, നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണ് മുനാഫിക്കുകൾ ഉള്ളത് എന്നാണ്. അവിടെ പോകാനാണോ ഈ ദിവസങ്ങൾ നമ്മൾ പട്ടിണി കിടന്നത്? അല്ലല്ലോ. അതുപോലെ തന്നെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഒന്നും ചെയ്യണ്ട. റിയാ, ആളുകളെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുക. ആൾക്കാർ നോക്കുന്നുണ്ടെങ്കിൽ നിസ്കാരം നന്നാകുക, ആൾക്കാർ നോക്കുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുക. ഞാൻ കൊടുക്കുന്ന 4 ആൾ കാണുന്നുണ്ടോ നോക്കുക. എന്താ അതുകൊണ്ട് കാര്യം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിചാരണ പറഞ്ഞു തന്നിട്ടുണ്ട്. നല്ലൊരു അറിവുള്ളൊരു മനുഷ്യൻ പരലോകത്ത് വരുന്നതാണ്. എന്തു ചെയ്തു എന്നൊരു ചോദ്യമാണ്. പടച്ചോൻ ഞാൻ തന്ന ഇൽമോണ്ട് എന്താ ചെയ്തതെന്നാണ്. പടച്ചോനെ ഞാൻ എത്ര ആൾക്കാർക്കാണ് അറിവ് പകർന്നു കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ സമയത്ത് ഓനോട് പറയും, കദബ്ത, നീ കളവാട പറഞ്ഞ്. നീ ആൾക്ക് പകർന്നു കൊടുത്തപ്പോൾ നിന്റെ മനസ്സിലുള്ളത് ആൾക്കാർ നിന്നെപ്പറ്റി വലിയ പണ്ഡിതനാട്ടോ, വല്ലാത്ത ആലിമാണ് എന്ന് പറയാനല്ലേ. അതൊക്കെ ദുനിയാവുന്ന ആൾക്കാർ പറഞ്ഞില്ല. ഇവിടെ നിനക്കൊന്നുമില്ല എന്നാണ്, പരലോകത്ത് നിനക്കൊന്നുമില്ല എന്നാണ് ആ മനുഷ്യനോട് പറയുന്നത്. ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത അങ്ങനത്തെ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരോഗ്യം തന്നില്ലേ, ധൈര്യം തന്നില്ലേ, എന്തു ചെയ്തു ഈ ആരോഗ്യം കൊണ്ട്, എന്തു ചെയ്തു ഈ ധൈര്യം കൊണ്ട് ദീനിന്, റബ്ബിന്? പടച്ചോനെ, ഞാനൊരു യുദ്ധത്തിലൊക്കെ എത്രയാണ് പങ്കെടുത്തത്, അത്രയും ശക്തമായി ഞാൻ പോരാടിയില്ലേ എന്ന് പറയുമ്പോൾ, കദബ്ത, നീ പറഞ്ഞതും കളവാണ്. നീ ആളുകൾ നിന്നെപ്പറ്റി വല്ലാത്ത ആരോഗ്യമുള്ളവനാണ്, ധൈര്യമുള്ളവനാണ്, വീരശൂര പരാക്രമിയാണെന്ന് നിന്നെപ്പറ്റി പറയണമെന്ന് ആഗ്രഹിച്ചു. ആളുകൾ ദുനിയാവിൽ പറഞ്ഞു നടന്നു. ഈ പരലോകത്ത് നിനക്ക് പ്രത്യേകിച്ചൊന്നും ബാക്കിയില്ല. അടുത്തതായതാ ഒരു ധർമ്മിഷ്ഠനോട് കൊണ്ടുവരുന്നു, വല്ലാതെ സ്വതക്ക ചെയ്യുന്നവൻ, എത്രയോ ധാരാളം നന്മകൾക്ക് സഹായിച്ചവൻ. അവരും പറയുന്നു, നാഥാ, നീ നൽകിയ സ്വത്തിൽ നിന്ന്, നീ നൽകിയ സമ്പത്തിൽ നിന്ന് ധാരാളമായി ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് റബ്ബേ. ശരിയാണ്, ചെലവഴിച്ചിട്ടുണ്ട്. എന്തായിരുന്നു നിയ്യത്ത്? ആൾക്കാർ ഇതിനെ പറ്റി ഒരുപാട് കൊടുക്കുന്ന ആളാണ്. എത്രയേ ആ മനുഷ്യനൊക്കെ കൊടുത്ത്, എത്രയേ അയാൾ കൊടുക്കുന്നത് എന്ന് പറയാനല്ലേ. അതൊക്കെ നിനക്ക് ദുനിയാവിൽ വെച്ച് കിട്ടിക്കഴിഞ്ഞു, പരലോകത്ത് നിനക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് ഈ 3 ആൾക്കാരെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിഫാഖൊന്നും ഇല്ലാതെ പൂർണ്ണമായ ഇഖ്ലാസോടുകൂടെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട്, മൻ സല്ലാ യുറാഇ ഫഖദ് അശ്റക്, നിങ്ങൾ ആൾക്കാരെ കാണാൻ വേണ്ടി നിസ്കരിച്ചാൽ ചെറിയ ശിർക്കുകൾ ജീവിതത്തിൽ സംഭവിച്ചു എന്നാണ്. പടച്ചോൻ്റെ തൃപ്തി, പടച്ചോൻ്റെ അടുത്തു നിന്നുള്ള ഒരു പ്രതിഫലം, ഇത് മാത്രമാകണം നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയതിൻ്റെ ചുരുക്കം. സഹോദരങ്ങളെ, പുതിയ കാലത്തെക്കുറിച്ച് ഒരു ധാരണ കൂടെ നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഉണ്ടാവേണ്ട ഒരു സന്ദർഭമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് നമ്മുടെ നാട്ടിലിപ്പോൾ വ്യാപകമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? ഈ മതം എന്ന് പറയുന്നത്, മതബോധം എന്ന് പറയുന്നത്, ധാർമ്മികത എന്ന് പറയുന്നത്, ഇതൊക്കെ ഒരു എന്തോ വളരെ മോശമായ ഒരു കാര്യമാണ്. അതൊക്കെ ഏതോ കാലത്ത് സംഭവിക്കേണ്ടതായിരുന്നു. ഇന്നത്തെ കാലത്ത് മതവും മതബോധവും നന്മയും ധാർമ്മികതയും ഇതൊന്നും നമ്മൾ പറയരുത്, അതൊന്നും പ്രചരിപ്പിക്കരുത്, അതിൻ്റെ ഒന്നും ആൾക്കാരായി തീരരുത്. അതൊക്കെ ഏതോ മോശപ്പെട്ടൊരു സ്വഭാവമായിട്ടാണ് ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഭരണകൂടത്തിൻ്റെ പോലും എല്ലാ പ്രവർത്തനങ്ങളും ഇതിനോട് യോജിച്ചു വരുന്ന സംഗതികളാണ്. അതിന് സൗകര്യങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾ ക്യാമ്പസുകളിൽ പോയി നോക്കൂ, എന്താണ് ക്യാമ്പസുകളിൽ നടക്കുന്ന ചർച്ചകളും മറ്റുമൊക്കെ. ഈ മതവും സംഗതിയൊക്കെ മനുഷ്യന്മാരെ വല്ലാതെ ഇങ്ങനെ കുടിസായി കൊണ്ടടക്കുകയാണ്. അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കണില്ല. അപ്പോൾ അതൊന്നും ആവശ്യമില്ലല്ലോ എന്നുള്ള ചർച്ചകൾ അതിങ്ങനെ വ്യാപകമായി നടക്കുക. ലേശം ബുദ്ധിയും വിവേകവും കഴിവൊക്കെ ഉണ്ട് തോന്നുന്ന കുട്ടികളുടെ മുമ്പിൽ ഇങ്ങനത്തെ കുറേ സംശയങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയിട്ട് കൊടുക്കുക. ഭാവിയിലോനെ എവിടെയെങ്കിലേക്ക് എത്താൻ സാധ്യത ഉണ്ടെങ്കിൽ ഒരു മതബോധമില്ലാത്തവനായി വന്നാൽ അതല്ലേ നല്ലത് എന്ന് ചിന്തിക്കുകയാണ്.
ഈ ദുനിയാവിൽ മനുഷ്യർ ചെയ്യുന്ന നന്മകൾക്കു പിന്നിൽ അവരെ പ്രചോദിപ്പിക്കുന്നത് ദീനാണ്, മതമാണ്, മതബോധമാണ്. അതിലെന്തേ സംശയമുണ്ടോ? എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അന്യനെ ഉപദ്രവിക്കാത്തത്? എന്റെ റബ്ബനോട് പറഞ്ഞതുകൊണ്ട് ഞാനത് ചെയ്യില്ല. എന്തിനാണ് നീ നിന്റെ അയൽവാസിയെ സ്നേഹിക്കുന്നത്, അവനെ സംരക്ഷിക്കുന്നത്, അവനെ സഹായിക്കുന്നത്? അതിനെന്നെ പ്രചോദിപ്പിക്കുന്നത് എന്റെ മതമാണ്, എന്റെ മതബോധമാണ്. എന്തായാലും ഇത്ര തർക്കമുള്ളത്? ഇങ്ങനെ ഒരു മതബോധവും മറ്റുമില്ലെങ്കിൽ എന്തിന് നമ്മൾ ഇങ്ങനെ ചെയ്യണം? ഈ ജീവിതത്തിനു ശേഷം ഒരു ജീവിതത്തിൽ ഒരു പരിശോധനയും ഒരു വിചാരണയും ഒരു സ്വർഗ നരകങ്ങളും ഇല്ലെങ്കിൽ എന്തിന് നമ്മൾ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് ജീവിക്കണം, മനുഷ്യത്വം കാണിച്ച് ജീവിക്കണം? അതിനൊന്നും ആവശ്യമില്ല. എന്തിനത് ചെയ്യുന്നു? മതബോധമാണ്, റബ്ബുണ്ട് എന്നുള്ള ബോധത്തിൽ നിന്നാണ് അതൊക്കെ നമ്മൾ ചെയ്യുന്നത്. എന്നാൽ അതൊന്നും ഉണ്ടാകേണ്ടതില്ല. ആർക്കും എന്തുമാകാം, തോന്നിയതുപോലെയാകാം എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്കാണ് സമൂഹത്തെ കൊണ്ടുവരുന്നത്. പുതിയ കാലത്ത് ഇന്നലെ തറാവീഹ് നിസ്കാരത്തിൻ്റെ സമയത്ത് ഒരു ക്ലാസ്സിന് പോണ സമയത്ത് മൂന്നാല് പള്ളിയിൽ തറാവീഹ് നിസ്കാരം നടക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തെ ടർഫിൽ നിരവധി കുട്ടികൾ അവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ടർഫിൽ കളിക്കണേന് യാതൊരുവിധ പ്രശ്നമില്ല. പക്ഷെ ഒരു തറാവീഹിൻ്റെ നിസ്കാരം കഴിഞ്ഞിട്ട് പോയാൽ മതി. നിങ്ങൾ അങ്ങാടിയിൽ എന്താണ് അങ്ങാടിയിൽ കാണുന്നത്? എല്ലാവരും അങ്ങാടികളിലാണ്. അള്ളാഹുവിൻ്റെ പള്ളികളിൽ തറാവീഹ് നടക്കുന്ന നേരത്ത് ആ സമയത്ത് അവർ ഏത് പാർട്ടി ആവട്ടെ, അവനവൻ്റെ പള്ളികളിൽ നിസ്കാരം നടക്കുന്ന നേരത്തൊന്ന് പള്ളിയിൽ കയറണം, നിസ്കരിക്കണം എന്നുള്ളൊരു ബോധം അത് ഈ സന്ദർഭത്തിലേക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് കിട്ടുക? നിങ്ങൾ ആലോചിച്ച് നോക്കി. അങ്ങനത്തെ ഒരു തലമുറ ഇവിടെ വാർത്തെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. സ്കൂളുകളിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്? LP ക്ലാസ് മുതൽ +2 വരെയുള്ള മുഴുവൻ സ്കൂളുകളിലും നിങ്ങൾ പോയി നോക്കി. കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ DJ ഇട്ട് കൊടുത്തിട്ടും അല്ലെങ്കിൽ മ്യൂസിക് ഇട്ട് കൊടുത്തിട്ടും പാട്ടിട്ട് കൊടുത്തിട്ടും തുള്ളാനും ചാടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. അതിന് എത്ര കുട്ടികൾക്ക് മാറി നിൽക്കാൻ കഴിയും? ഇതൊക്കെ പലതും ബോധപൂർവമാണ്. ഇതൊക്കെ ബോധപൂർവം ചെയ്തുണ്ടാക്കുന്ന സംഗതികളാണ്. അവിടെയൊക്കെ ഒരു കുട്ടിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ ആ കുട്ടിക്ക് അതിനു മാത്രമുള്ളൊരു സപ്പോർട്ടും മറ്റൊക്കെ നമ്മുടെ വീടുകളിൽ നിന്നും സമൂഹത്തിൽ നിന്നും കിട്ടേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ പിടിച്ചേക്കാൻ കഴിയുള്ളൂ. അങ്ങനത്തെ ഒരു കാലമാണ് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എന്തുമാവാം, എന്തു തോന്നിവാസവുമാവാം, അതെൻ്റെ ഇഷ്ടമാണ്, അതെൻ്റെ താല്പര്യമാണ്, എനിക്കതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അങ്ങനെ ജീവിക്കുകയാണ് എന്നൊരു വാചകം പറഞ്ഞാൽ നാളെ ഒരുത്തിന് വന്നിട്ട് ഞാൻ പെണ്ണാന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കണം. ഒരു പെണ്ണ് വന്നിട്ട് പറയണം ഞാൻ മുതൽ ആണാണെന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ ഈ ആണെന്നെയാണ് എന്ന് അവന് സമ്മതിച്ചു കൊടുക്കണം എന്നൊക്കെയാണ് പുതിയ ചിന്താഗതികളും മറ്റുമൊക്കെ നമ്മുടെ സ്കൂളുകളിലും ക്യാമ്പസുകളിലുമൊക്കെ സജീവമാകുന്നത്. അതിന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇൻസ്റ്റഗ്രാമും അങ്ങനെ അടക്കമുള്ള പുതിയ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ പ്രതിരോധങ്ങൾ തീർക്കാൻ കൂടെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനൊക്കെ എന്താ വഴിയെന്ന് ചോദിച്ചാലേ, ദീനീ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില സംഘടനയും സംവിധാനങ്ങളൊക്കെ നമ്മുടെ കൈകളിലുണ്ട്. അത് ഒരു സംഘടനയ്ക്ക് സ്വർഗത്ത് പോകാനല്ല, ഒരു സംഘടനയ്ക്ക് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടാനല്ല, മറിച്ച് നമ്മുടെ കഴിവും ബുദ്ധിയും ക്രയശേഷിയുമൊക്കെ അതിലൂടെ ഉപയോഗപ്പെടുത്തിയാൽ ഒരുപാട് പുണ്യം നമുക്ക് കിട്ടി നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയാണത്. മാത്രമല്ല ഒരു പരസ്പരം ഇങ്ങനെ ചേർന്ന് നിന്നല്ല അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്നൊന്ന് പറയാൻ ഒരു സുഹൃത്ത് നമുക്ക് ആവശ്യമില്ലേ? അതിൻ്റെ പേരാണ് ഈ സംഘടനാ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പം ഒന്ന് ചേർത്തു പിടിച്ച് സാരല്ലടാ എന്ന് പറയാൻ അതിനുള്ളതാണ്. അതിലെ അംഗങ്ങളുടെ പ്രത്യേകത അതാണ്. ഒരു തിന്മ കാണുമ്പോൾ ഇങ്ങനെ നോക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ എന്ന് സ്നേഹത്തോടെ തിരുത്തിത്തരാൻ, അതിൻ്റെ പേരാണ് ഈ സംവിധാനം. അതുകൊണ്ട് നമ്മുടെ മക്കളൊക്കെ ഇവിടെ ഉണ്ടാവും. നിർബന്ധമായിട്ടും ഈ സംവിധാനത്തിനകത്തിലൂടെ അവരെ സഞ്ചരിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കാം. ഉപകാരപ്പെടുന്നുള്ളത് തീർച്ചയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിരൽ കടിക്കുകയും സങ്കടപ്പെടുകയൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരു സാഹചര്യം വരും എന്നുള്ളത് തീർച്ചയാണ്. മാത്രമല്ല നമ്മളൊക്കെ തന്നെ നമുക്കെല്ലാവർക്കും ഇഴകി ചേർന്ന് പോകാൻ കഴിയുന്ന സംഘടനാ സംവിധാനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഉണ്ടാകണം. നമ്മുടേതായ ഒരു വിഹിതം. ഇപ്പോൾ ഒരു പരിപാടിയുടെ കഴിയുമ്പോൾ, ഇപ്പോൾ ഇന്നത്തെ ഒരു ഇഫ്താർ മീറ്റും പരിപാടിയും കഴിയുമ്പം എനിക്കെന്തു കിട്ടി, പടച്ചോൻ്റെ അടുത്തേക്ക് പരലോകത്തേക്ക് എനിക്കെന്ത് കിട്ടി, ഒരു പാത്രം അങ്ങോട്ട് എടുത്തുവെച്ചതുണ്ടെങ്കിൽ, ഒരു വേസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റിയതുണ്ടെങ്കിൽ, ഒരു വത്തക്ക മുറിക്കനോടുത്ത് അതൊന്ന് എടുത്തുകൊടുക്കാൻ നമ്മളുണ്ടെങ്കിൽ അതൊക്കെ തന്നെയാണ് നമുക്കുള്ളത്. നമ്മുടെ കുട്ടികളെയൊക്കെ ആ നോമ്പ് തുറയുടെയും മറ്റൊക്കെ പണികൾ ഏൽപ്പിക്കണം. അതൊക്കെ കാരണന്മാരിങ്ങനെ കഷ്ടപ്പെട്ട് ഇറങ്ങേറായി ചെയ്യുമെന്ന് വേണ്ട, നമ്മളെ കുട്ടികളെ ഏൽപ്പിച്ചു കൊടുക്കുക. അവരും യുവാക്കളും അതൊക്കെ ചെയ്തിട്ട് അവർ ചെയ്യട്ടെ. അവർക്കൊക്കെ പണികൾ കൊടുക്കണം, ഉത്തരവാദിത്തങ്ങൾ കൊടുക്കണം. പള്ളിയിൽ അവർക്ക് ഉത്തരവാദിത്തങ്ങൾ കൊടുക്കണം. ഇപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ആ പ്രിയപ്പെട്ട മോൻ എത്ര മനോഹരമായിട്ടാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത്. അവന് കൊടുക്കേണ്ട ഒരു അംഗീകാരമാണ്. നമ്മുടെ കുട്ടികളിൽ വ്യത്യസ്തമായ കഴിവുള്ള കുട്ടികളുണ്ടാവും. അവർക്കൊക്കെ അവസരങ്ങൾ കൊടുക്കണം, അവരുടെ പരിപാടികളും മറ്റും നടത്താൻ കൊടുക്കണം, അവർക്ക് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കണം. വീടുകളിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും സംവിധാനങ്ങളിലും പള്ളികളിലുമൊക്കെ മക്കളെയൊക്കെ ചേർത്തു പിടിക്കണം. ഇതിൻ്റെ ഒരു നനവില്ലേ, മനസ്സിൻ്റെ നനവില്ലേ, ഒരു
സന്തോഷമില്ലേ, ഒരു കുളിരില്ലേ, അത് മക്കൾക്ക് അനുഭവിക്കാൻ കഴിയണം. അങ്ങനെ ഇതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ അനുഭവിച്ച് അവരിങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വളർന്നു വന്നാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. നമ്മളറിയാത്ത ആയിരങ്ങളുടെ പ്രാർത്ഥന ആ പാവപ്പെട്ട മക്കൾക്ക് കിട്ടും. നമ്മൾ വിചാരിക്കാത്ത ഇടങ്ങളിൽ നിന്ന് ആ പ്രാർത്ഥനകൾ ലഭിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഈ ഒരു നന്മയിൽ ഇങ്ങനെ ചേർത്ത് വെച്ച് നമ്മൾ കൊണ്ടുപോവുക. അല്ലെങ്കിൽ എന്താകും ഭാവിയിൽ ഈ സമൂഹത്തിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പ്രതിസന്ധികൾ ഒന്നിനുമേൽ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പ്രതിസന്ധി ഇല്ലാത്ത കാലമൊന്നും ഉണ്ടാവില്ല. നിങ്ങളാരും അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുണ്ടോ പ്രതിസന്ധി ഇല്ലാത്തൊരു കാലം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹിയെ കണ്ട് കിട്ടിയിട്ട് തൻ്റെ കുടുംബങ്ങളെ വിളിക്കുന്ന സമയത്ത് എന്തൊരു സന്തോഷത്തിലായിരിക്കും വിളിച്ചിട്ടുണ്ടാകുക. ഞാനൊരു കാര്യം പറയാണ്, ബാക്കിൽ നിന്ന് ഒരു സൈന്യങ്ങളടുത്തേക്ക് വരുന്നുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുമോ? ഞങ്ങൾ വിശ്വസിക്കും നിങ്ങൾ അല്ലമീനല്ലേ എന്നാണ്. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളെല്ലാവരും പടച്ചോനെ വിശ്വസിക്കണം, അള്ളാഹനെ മാത്രം ആരാധിക്കണം. അല്ലെങ്കിൽ നാളെ പരലോകമുണ്ട്, അവിടെ നിങ്ങൾ പ്രയാസപ്പെടും. എന്നെ നബിയായിട്ട് പടച്ചോൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം, ഞാൻ പറയണത് കേൾക്കണം എന്നാണ്. സ്വന്തം കുടുംബത്തിൽ നിന്നാണ് ആദ്യത്തെ ഡയലോഗ്. തബ്ബല്ലക് യാ മുഹമ്മദ്, മുഹമ്മദ് നിനക്ക് നാശം, നീ നശിച്ചോട്ടടാ. അലിഹാദ ജമഅതന, ഇത് പറയാനാണ് ഞങ്ങളെ വിളിച്ചുകൂട്ടിയേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവിടെ നിന്ന് ആരംഭിച്ച പ്രതിസന്ധികൾ ആ നാട്ടിൽ സ്വസ്ഥമായൊന്ന് നിസ്കരിക്കാൻ കഴിയാത്ത, ഇബാദത്തെടുക്കാൻ കഴിയാത്ത പോലെയുള്ള പ്രതിസന്ധിയായി മാറി. അവസാനം പിറന്നു വീണ കളിച്ചു വളർന്ന മണ്ണും വിട്ട് അങ്ങ് ദൂരെ മദീനയിലേക്ക് യാത്രയാകേണ്ടി വന്ന ആ മദീനയിലെത്തിയിട്ട് സമാധാനം കൊടുത്തോ? പിന്നെയാണ് ബദർ ഉണ്ടാകുന്നത്, ഉഹദ് ഉണ്ടാകുന്നത്, ഖന്തക്ക് ഉണ്ടാകുന്നത്. സ്വന്തം മദീനയിൽ തങ്ങളോട് കരാറിലേർപ്പെട്ട മറ്റു ഗോത്രങ്ങളിൽപ്പെട്ടവർ കരാറ് ലംഘിക്കുന്നത്. എവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്? നിങ്ങൾ വിചാരിക്കണ വെറുതെ ഇങ്ങനെ ഒരു ഫ്രീ ആയി ആശ്വാസം, അങ്ങനത്തെ ഒരു സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുണ്ടോ? അവസാനം മക്ക വിജയിച്ച് മക്കയിൽ തിരിച്ചെത്തി മക്കയുടെ ഉത്തരവാദിത്തമടക്കം ഏറ്റെടുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ജീവിക്കുന്ന സമയത്താണ് അഹ്സാബ് യുദ്ധം ഉണ്ടാകുന്നത്. ബാക്കിയുള്ള ഗോത്രങ്ങളെല്ലാവരും കൂടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ തീരുമാനിച്ച് പുറത്തിറങ്ങണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഓരോ പുതിയ നിയമങ്ങളുണ്ടാവും, മറ്റുണ്ടാവും, അതൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. പ്രതിസന്ധികൾക്ക് മേൽ പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മെ പ്രകോപിപ്പിക്കാനും നമ്മളെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒരു വികാരജീവികളാക്കി ചിത്രീകരിക്കാൻ ആവശ്യമായ എന്തൊക്കെയുണ്ടോ അതിന് പറ്റിയ കോടതി വിധികൾ ഉണ്ടാവും, അതിന് പറ്റിയ സാഹചര്യങ്ങൾ ഉണ്ടാവും. രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നൊക്കെ നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ സംഗതികളുണ്ടാവും, അതൊക്കെ നമ്മൾ ചെയ്യണം. അതൊക്കെ ചെയ്യുക. പടച്ച തമ്പുരാനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. പ്രതിസന്ധികൾ വരും, ക്ഷമിക്കുക, പടച്ചവനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുക. അല്ലാതെ വൈകാരികമായി പ്രതികരിച്ചാൽ ആ സന്ദർഭത്തിൽ ഇങ്ങനെ 4 ഷെയറും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ 4 പോസ്റ്ററും ഇറക്കാമെന്നല്ലാതെ അതിനേക്കാൾ വലിയ ദുരന്തങ്ങളും മറ്റുമായി അതൊക്കെ തിരിച്ചു വരുന്ന ഒരു സന്ദർഭവും സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചും മറ്റുമൊക്കെ നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു സന്ദർഭമാണ് എന്ന് സന്ദർഭോചിതമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആത്മാർത്ഥമായിട്ട് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുകയും ആത്മാർത്ഥമായി പണിയെടുക്കുകയും ചെയ്യേണ്ട ഒരു സന്ദർഭമാണ്. അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ മുന്നോട്ട് പോയാൽ നാളെ മരിക്കണ സമയത്ത് മലക്കുകൾ ഇങ്ങനെ വന്നിട്ട് തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വന്നിട്ട് നമ്മളോട് പറയുന്ന വാചകമാണ് അല്ലാ തഖാഫു വലാ തഹ്സനു, പേടിക്കണ്ടടോ, ദുഃഖിക്കണ്ടടോ, വഅബ്ശിറൂ ബിൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് സന്തോഷം പറയുന്നതാണ്. നമ്മൾ മരിക്കുന്ന വേളയിൽ നമ്മൾ കേൾക്കേണ്ട വാചകം അതാണ്, സ്വർഗ്ഗമുണ്ട്. ആ വാചകം കേൾക്കണം. അതിന് ഈ റമളാൻ ഉപയോഗപ്പെടുത്തിയവന് പറ്റുന്നതാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് റമളാൻ കിട്ടിയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാത്തവൻ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ജിബ്രീൽ ദുആ ചെയ്തപ്പോൾ ഞാൻ ആമീൻ ചൊല്ലി എന്ന്. ഒരു റമളാൻ കൊണ്ട് ഒരു മനുഷ്യന് മുഴുവനായിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള അവസരങ്ങളുണ്ട്, നരകമോചനത്തിനുള്ള അവസരങ്ങളുണ്ട് എന്നത് തീർച്ചയാണ്. അത് ഉപയോഗപ്പെടുത്തിയവനെന്നാണ്. എന്നാൽ വിശ്വാസവും കർമ്മമൊന്നും ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലൗ തറാ ഇദ് ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്, മരണത്തിൻ്റെ വേളയിൽ അക്രമികളുടെ അവസ്ഥ, മലായിക്കത്ത് അവരുടെ മുഖത്തും പിരടിയിലും അടിച്ച് അവരുടെ ആത്മാവിനെ വലിച്ചൂരിയെടുക്കുന്ന ഒരു സമയമാണെന്നാണ്. കല്ല ഇദാ ബലഗത്തി തറാഖി വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസ്സാഖ്, കണങ്കാലുമായി കൂടിപ്പിണഞ്ഞ് ആ മനുഷ്യൻ തിരിച്ചു പോകുന്ന ഒരു സമയം, എൻ്റെ യാത്രയാണ് എന്നവന് മനസ്സിലാകുന്ന ഒരു സമയത്ത് ആളുകൾ പലരും പറയുന്നതാണ് റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്
ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ, അല്പസമയത്തേക്കെങ്കിലും ഒന്ന് നീട്ടിത്തന്നിരുന്നെങ്കിൽ, ഒരു കാലം കൂടെ, അല്പസമയം കൂടെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നീ അനുവദിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് നന്മ ചെയ്തോളാം, ഞാൻ ഒരുപാട് സ്വതക്ക ചെയ്തോളാം എന്നാണ്. പടച്ചവൻ്റെ മറുപടി അതിനൊന്നും നിനക്കൊരു അവസരമല്ല എന്നുള്ളതാണ്. അതിനുശേഷം സഹോദരങ്ങളെ, ഖബറുണ്ട്, സത്യമാണ്, അവിടെ രക്ഷയും ശിക്ഷയുമുണ്ട്. നമുക്ക് ഏത് കിട്ടും എന്നുള്ളത് നമ്മൾ ഈ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകൾക്കും തിന്മകൾക്കും അനുസരിച്ചിട്ടാണ് എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക. പരലോകമുണ്ട്, അവിടെ രേഖകൾ കൈകളിൽ കിട്ടും. വബുളി അൽ കിതാബ്, രേഖകൾ കൈകളിൽ കിട്ടും. ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീൻ മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹാദിറാ വലാ യദ്ലിമു റബ്ബുക അഹദാ. ഇതിൽ ചെറുത് വലുതൊന്നും വ്യത്യാസമൊന്നുമില്ലല്ലോ, ഇതൊക്കെ ഉണ്ടല്ലോ എന്നാണ്. അവിടെ വെച്ച് ചെയ്തത്, ഇവിടെ വെച്ച് ചെയ്തത്, ഇങ്ങനത്തെ കുറേ സംഗതികൾ ഇത് കുറ്റവാളികൾ പറയുന്നതാണ്. പടച്ചവൻ ഇതിലൊക്കെ ഉണ്ടല്ലോ. ഈ റമളാൻ കൊണ്ട് മായ്ച്ചു കളഞ്ഞാൽ കഴിഞ്ഞു, പടച്ചവനോട് പറഞ്ഞു തീർത്താൽ കഴിഞ്ഞു. പിന്നെ അത് അവിടെ ഉണ്ടാവില്ല, പിന്നെ അവൻ്റെ നന്മകളിലെങ്കിലും ബാക്കി ഉണ്ടാവുള്ളൂ. ആ നന്മകൾ അവന് ഉപകാരപ്പെടും. അതുകൊണ്ട് ആത്മാർത്ഥമായി അങ്ങനെ ഒരു സന്ദർഭം വരാനുണ്ട് എന്നുള്ളത് മറക്കാതിരിക്കുക. നരകത്തിൽ പോകുന്ന മനുഷ്യന്മാർ പറയും, റബ്ബന അബ്സർനാ വസമിഅനാ ഫർജഅനാ നഅമൽ സാലിഹൻ. ഞങ്ങൾ കണ്ടറിഞ്ഞിരുന്നെങ്കിൽ, ഞങ്ങൾ കേൾക്കേണ്ടതൊക്കെ കേട്ടിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ രക്ഷപ്പെടുമായിരുന്നല്ലോ എന്നവർ പറയുന്നതാണ്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. തകാദു തമയ്യസു മിനൽ ഗൈദ് കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികുൻ നദീർ. നരകത്തേക്ക് ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് വലിച്ചെറിയുമ്പോൾ നരകത്തിന്റെ കാവൽക്കാർ ചോദിക്കുന്നതാണ്, എല്ലാ ചങ്ങായിമാരെ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ ആരും വന്നിട്ടില്ലായിരുന്നു, ഇതൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. ഖാലു, അവർ പറയും, ബലാ ഖദ് ജാഅനാ നദീർ ഫകദ്ദബ്നാ, ഞങ്ങൾക്ക് താക്കീതുകാർ വന്നു, ഫകദ്ദബ്നാ, ഞങ്ങൾ അവരെ അവിശ്വസിച്ചു, കളവാക്കി, വഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. പടച്ചോൻ ഒന്നും ഇറക്കിയിട്ടില്ല, അങ്ങനെ ഒരു ഖുർആൻ ഇറങ്ങിയിട്ടില്ല, ഒന്നുമില്ല, ഇതൊന്നുമില്ല. മതനിരാസത്തിന്റെ വക്താക്കൾ, ബുദ്ധിജീവികൾ, യുക്തിവാദികൾ, അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. ഇതൊന്നും ഇല്ലാരണേ. നാളെ പരലോകത്ത് നരകത്തിൽ എത്തുമ്പോൾ ചോദിക്കും, എല്ലായിടും ഇങ്ങനെയൊക്കെ ഇല്ലേനോ, ഒക്കെ വന്നിരുന്നു, പക്ഷെ ഞങ്ങളതൊന്നും സ്വീകരിച്ചില്ല, ഞങ്ങളൊക്കെ അത് കളവാക്കിയെന്നാണ്. അവരേറ്റവും വലിയ വഴികേടില്ലാന്നാണ് ഞങ്ങൾ പറഞ്ഞു പോയി. വഖാലു, എന്നിട്ട് അവർ പറയുന്നതാണ്, ഈ വാചകം നമ്മൾ പറയരുത്. ലൗ കുന്നാ നസ്മഉ ഔ നഅഖിൽ മാ കുന്നാ ഫീ അസ്ഹാബിസ് സഗീർ. ഞങ്ങളന്ന് കേട്ടിരുന്നെങ്കിൽ, ഞങ്ങളൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നരകക്കാരായി മാറുമായിരുന്നില്ലല്ലോ എന്നവർ പറയുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലഭിച്ച ഈ ഒരു അവസരത്തെ നന്നായി നമ്മൾ ഉപയോഗപ്പെടുത്തുക. പുതിയ കാലവും സാഹചര്യമൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാവുക. അങ്ങനെ ഒരുമിച്ചൊരു കൂട്ടമായ മുന്നേറ്റമാണ് നമുക്ക് വേണ്ടത്. ഇനിയിപ്പോൾ ഫാമിലി കോൺഫറൻസ് വരാനിരിക്കുന്നു. അത് കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു ഫാമിലി കോൺഫറൻസ് ആക്കിയിട്ട് മാറ്റാൻ നമുക്ക് കഴിയണം. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, കോഴിക്കോട് സൗത്ത് ജില്ലയുടെ ഏതൊക്കെ ഭാഗത്ത് നമുക്ക് പരിചയങ്ങളുണ്ടോ അവരെയൊക്കെ നിങ്ങൾ അറിയിക്കണം, സ്നേഹത്തോടുകൂടെ വിളിക്കണം. എല്ലാവരും വരട്ടെ. ആരുടെ സംസാരം കേട്ടിട്ടാണ് ഒരാൾക്ക് തൗഹീദിലേക്ക് എത്താൻ കഴിയാന്ന് പറയാൻ പറ്റില്ല. കോഴിക്കോട് കടപ്പുറത്ത് അതൊരു വലിയ സമ്മേളനമായിട്ട് നടക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണം, പ്രാർത്ഥന ഉണ്ടാകണം. ആരൊക്കെ നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റുമോ അങ്ങനത്തെ ആൾക്കാരെ മുഴുവൻ അവിടെ എത്തിക്കണം. അത് നിങ്ങളെ ജാതി നോക്കണ്ട, മതം നോക്കണ്ട, ഇതിന് പറ്റുവാനോ നോക്കണ്ട, മനുഷ്യന്മാരായ മുഴുവൻ ആൾക്കാർ നിങ്ങൾ കൊണ്ടുവരി. ആളുകളൊക്കെ നന്മയിലേക്ക് ക്ഷണിക്കാനല്ലേ നമ്മൾ വിളിക്കുന്നത്. ആരെയും വിളിക്കാം, ആരും വരട്ടെ. അവർക്കത് ഉപകാരപ്പെടുന്ന ഒരു പ്രവർത്തനമായിട്ട് തീരുമെന്നുള്ളത് തീർച്ചയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന നിങ്ങളുടെയൊക്കെ എല്ലാ നിലക്കുള്ള സഹകരണങ്ങളും ആ രംഗത്ത് ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അവസാനിപ്പിക്കും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസ് ഈ റമളാനിൽ അവർ ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈദ് ഗിസ്വ പദ്ധതി എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ മക്കളിങ്ങനെ പെരുന്നാളിൻ്റെ അന്ന് ഏറ്റവും നല്ല മനോഹരമായ വസ്ത്രം ധരിച്ച് അല്ലേ തുള്ളിച്ചാടി അവരിങ്ങനെ പള്ളികളിലേക്ക് പോകുന്ന ആ കാഴ്ച, അത് ഏതൊരു രക്ഷിതാവിനാണ് കണ്ണിന് ആനന്ദം പകരാത്തത്? ആർക്കാണ് അതിലൊരു സന്തോഷമില്ലാത്തത്? ആരും പറയാറില്ല, ഓ നല്ല രസമുള്ള ഡ്രസ്സാണല്ലോ എന്ന് പറയാറില്ലേ? എന്നാൽ വർഷങ്ങളായി അങ്ങനെ ഒരു സൗഭാഗ്യമില്ലാത്ത ഒരുപാട് മക്കൾ നമ്മുടെയൊക്കെ പരിസരങ്ങളിലുണ്ട്. ഒരുപക്ഷെ ഉപ്പ മരണപ്പെട്ടവർ, അല്ലെങ്കിൽ ജോലിയില്ലാത്തവർ, പ്രയാസം അനുഭവിക്കുന്നവർ,
അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പരിസരത്ത്, നമ്മുടെ ഈ ഒരു ഭാഗത്ത് തന്നെ 150-ലധികം കുട്ടികൾക്കൊക്കെ കഴിഞ്ഞ വർഷം കൊടുത്തു എന്നാണ് സംഘാടകർ പറഞ്ഞത്. അത് അവർ ചെയ്തൊരു വർക്കാണ്. അള്ളാഹു അവർക്കൊക്കെ അതിന് ഏറ്റവും വലിയ പ്രതിഫലം നൽകട്ടെ. ആ കുഞ്ഞു മക്കളുടെ കൈകളിൽ അതെത്തുമ്പോൾ ആ കുഞ്ഞു മക്കളുടെ മനസ്സിൽ നിന്ന് വരുന്നൊരു സന്തോഷമല്ലേ, ഒരു പ്രാർത്ഥനയല്ലേ, ആ വീട്ടുകാരുടെ അവരുടെ മനസ്സിൽ നിന്ന് വരുന്നൊരു പ്രാർത്ഥനയല്ലേ, അതൊക്കെ എത്ര വലിയ ആനന്ദമുള്ള പ്രാർത്ഥനയായിരിക്കും. പടച്ചവനോടുള്ള വല്ലാത്ത, അതായത് ഈ പെരുന്നാളിനും ഞാൻ ഈ ഒരു ദുരിതത്തിലാവുമല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് അത് കിട്ടുമ്പോൾ പടച്ചോനെ ആ പാവങ്ങൾക്ക് ഒരുപാട് ഹൈറ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കില്ലേ. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കൾക്ക് വസ്ത്രം എടുക്കുന്ന കൂട്ടത്തിൽ ഒരു കുട്ടിയുടെ വസ്ത്രം അത് പാവപ്പെട്ട ഒരു കുട്ടിക്ക് നമ്മൾ കൈമാറും എന്ന് നമ്മൾ തീരുമാനിക്കുക. 1300 രൂപയാണ് ഒരു കുട്ടിക്ക് വേണ്ടി സ്വരൂപിക്കുന്നത്. നമ്മൾ കൊടുക്കുക. ഇനിയിപ്പോൾ 1300 കൊടുക്കാൻ കഴിയാത്തല്ലോ, ഒരു പകുതി കൊടുക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ 2 പകുതി കിട്ടിയാൽ 1 കൊടുക്കാമല്ലോ. എന്താണോ കഴിയുന്നത് നമ്മൾ നൽകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. കഴിഞ്ഞ വർഷം ഒരു 150 കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വർഷം അതിൻ്റെ ഒരു ഇരട്ടിയിലേക്ക് എത്തിക്കാൻ അവർ നന്നായി പ്രയത്നിക്കുന്നുണ്ട്. എല്ലാ മുതിർന്ന ആളുകളും രക്ഷിതാക്കളും സ്ത്രീകളുടെ ഭാഗത്തു നിന്നുമൊക്കെ ഈ രംഗത്ത് നല്ല സഹകരണം ഉണ്ടാകണം. വിദേശങ്ങളിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കളും സഹോദരങ്ങളൊക്കെ ഉണ്ടാകും. അവരോടൊക്കെ ഒന്ന് കാര്യം പറഞ്ഞ് കുറച്ചെണ്ണം ആ ഭാഗത്തു നിന്നൊക്കെ ഒരു സ്പോൺസർഷിപ്പൊക്കെ വാങ്ങിക്കൊടുത്ത് നമ്മുടെ മക്കളോടൊപ്പം നിങ്ങൾ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്താണ്. അതിനവരെ പ്രോത്സാഹിപ്പിക്കുകയും നന്മകളിൽ അവരെ നന്നായി പിന്തുണക്കുകയും ചെയ്യണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തി ഈ ഒരു മഹത്തായ പരിപാടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.